സൂഫിയായിരിക്കും, പക്ഷേ നമ്മൾ കാണുന്നിടത്തൊന്നും അവരുണ്ടാവില്ല. അവർ ചിലപ്പോൾ അങ്ങാടിയിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അള്ളാൻ്റെ അടുക്കൽ അദ്ദേഹം നല്ല സൂഫിയായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ചിലരുടെ ധാരണ എന്താണ്? ചിലരുടെ ധാരണ ഒരു കളറുള്ള ഒരു തൊപ്പി, എന്നിട്ട് അതിനൊരു വെള്ളത്തലക്കെട്ട്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പുതപ്പ് അതെടുത്ത് അങ്ങനെ ചുമലിലോട്ട്. എന്നാൽ സൂഫിയായി എന്നാണ് ചില ധാരണ. സൂഫി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. എന്തല്ലോ വേഷം ധരിച്ചത് കൊണ്ടൊന്നും ഒരാളും സൂഫിയാവില്ല. സൂഫിയാണെങ്കിൽ ഈ ഇമാമിങ്ങൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ വേണം. വെറുപ്പിടിക്കാൻ ആരോട്? ബഹുമാനിക്കാത്ത ആളോട് സൂഫിയാവില്ല. ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പിടിച്ചാൽ അയാൾ സൂഫിയാവില്ല. സൂഫിയാകണമെങ്കിൽ അതിനർത്ഥം സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ ഒരു തലക്കെട്ട് കെട്ടിയാൽ നമ്മൾ നിസ്സാരപ്പെടുത്താൻ പറ്റുമോ? അതില്ല. നമ്മൾ സൂഫിയാവില്ല. അന്നേരം നമ്മൾ അങ്ങനെ തലക്കെട്ട് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നമ്മൾ നോക്കട്ടെ അയാളുടെ വിശ്വാസം എന്താണ്, അയാളുടെ കർമ്മം എന്താണ്, അയാളെ കൊണ്ട് ദീനിന് ഉപകാരമാണോ ഉപദ്രവമാണോ എന്നേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളെ വേഷം കെട്ടിട്ട് അതിൻ്റെ പേരിൽ അയാളെ മോശമെന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാ വിഷയത്തിലും വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുമ്പോഴേ തസൗഫിൻ്റെ വഴിയിൽ ആവുകയുള്ളൂ. ഒരാൾ വെറുപ്പിടിയാണ്, ബഹുമാനിക്കാത്ത ആളെ വെറുപ്പിടിയാണ്, ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പിടിയാണ്, അയാൾ ഒരിക്കലും സൂഫിയാവില്ല. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. ഇഹ്ദർ മിൻ ദഅവാക ത്വരീഖൽ ഫഖർ. ഈ സൂഫിയാക്കൾ അവർക്ക് പറയുന്ന ഒരു പേരാണ് ഫഖീർ എന്നുള്ളത്. ചിലര് ഫഖീർ എന്ന പേര് പറഞ്ഞാൽ വളരെ താഴ്മയാവുമെന്ന് വിചാരിച്ച് ചിലപ്പം പറയലുണ്ട്. പറയുമ്പോൾ സൂക്ഷിക്കണം, ഞാനൊരു വലിയ മഹാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. തസൗഫിൻ്റെ ഇസ്തിലാഹ് അനുസരിച്ച്. അതുകൊണ്ട് അത്തരത്തിലുള്ള പറയാതിരിക്കലാതല്ലേ. ഇവിടെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഫഖീർ എന്ന് പറയാതിരിക്കലാതല്ലേ. മിസ്കീൻ തന്നെ ഒരു സാധുവാണ് എന്നാണ്. ഫഖീർ എന്നത് സൂഫിയാക്കൾ സാധാരണയായി വലിയ ദുനിയാവിനോടൊരു താല്പര്യമില്ലാത്ത മഹാന്മാർക്ക് പ്രയോഗിക്കുന്നൊരു വാചകമാണ്. വഅൻത തജിദു ഫീ നഫ്സിക ഖറാഹിയത്തൻ ലിമൻ ലാ യുഅദ്ദിമുക. നിന്റെ മനസ്സിൽ നിന്നെ ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പാണ്. വലാ യുനാദിക ബി അൽഫാദി സിയാദതി വൽ മസ്ഈഖത്തി വസ്സലാഹി. നിന്നെ ശൈഖ് എന്ന് വിളിക്കുന്നില്ല, സയ്യിദ് എന്ന് വിളിക്കുന്നില്ല, നിന്നെ സാലിഹ് എന്ന് വിളിക്കുന്നില്ല. അതൊന്നും വിളിക്കാത്ത ആളോട് നിനക്ക് വെറുപ്പാണ്. വൽ വൽ ഇസ്ലാമി. ഇസ്ലാം എന്ന് തന്നെ വലിയ വിഷയമുള്ള സംഗതിയാണ്. ഫൈനൽ മുസ്ലിം അൽ കാമില ഫീ ഹാദ സമാനി അഅ്സു മിനൽ കിബ്രീത്തിൽ അഹ്മർ. ഒരു പരിപൂർണ്ണ മുസ്ലിമിനെ തന്നെ ഇപ്പം കിട്ടാൻ വലിയ പണിയാണ്. കാരണം അത്രയും മനുഷ്യന്മാരെന്തായിട്ടുണ്ട് ഇസ്ലാമെന്ന് അകന്നു പോയിട്ടുണ്ട്. ولا يكون المسلم كاملا حتى يسلم لسانه وسمعه وبصره وفرجه ويده ورجله وقلبه مما حرم الله تعالى ظاهرا وباطنا. ഒരു മനുഷ്യൻ അവന്റെ നാവും അവന്റെ കാതും അവന്റെ കണ്ണും അവന്റെ സ്വകാര്യ അവയവങ്ങളും അവന്റെ കയ്യും കാലും മനസ്സും അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും രക്ഷപ്പെടാതെ ഒരാൾ ശരിയായ മുസ്ലിം ആവില്ല. വഅന്നാലിൽ മുദ്ദഈന ഹാദിഹി റുത്ബത. എങ്ങനെ ഈ സൂഫിവാദം വാദിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടുക? വലാ ജാരിഹത്ത ലഹും. അവർക്കൊരൊറ്റ അവയവവും ബാക്കിയില്ല. ഇല്ലാ വഖദ് അസത്തില്ലാഹ മിറാറൻ. പലതവണ അള്ളാഹുവിനോട് തെറ്റിയത് അവയവമല്ലാതെ കൈവശത്തിലില്ല, ശരീരത്തിലില്ല. എന്നിട്ട് ഞാൻ സൂഫി എന്ന് പറയാ. ഫതഅമ്മൽ ദാലിക. മഹാനവറുകൾ പിന്നെയും പറയാണ്, ഫതഅമ്മൽ അദബഹു. നീ ശരിക്കും അദബ് മനസ്സിലാക്കണം. ഫൈന അൻത മിൻഹു وأنت تكاد تضيق عليك الدنيا بما رحبت إذا لم يعظمك الناس. ജനങ്ങൾ നിന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ നിന്റെ മനസ്സാകെ ഇടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയി. കാരണം നിന്നെ ബഹുമാനിക്കുന്നില്ല. നീ ഒരു മഹാനാന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്റെ പേരിൽ നിന്റെ മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയില്ലേ? ഫഅലം ദാലിക. നീ അത് മനസ്സിലാക്കി വെച്ചു. ലാ തഗ്സ് നഫ്സക ഫഇന്നൽ ഇൻസാന അലാ നഫ്സിഹി ബസീറാ വല്ലാഹു യതവല്ലാ ഹുദാക്. നിനക്ക് അങ്ങനെ ഉദാഹരണം ഉണ്ടോ? എന്നെ ബഹുമാനിക്കാതിരിക്കുമ്പോ നിന്റെ മനസ്സിനൊരു പ്രയാസം തോന്നുന്നുണ്ടോ? എന്നാ നീ സൂഫി വഴിയിലല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ചിലപ്പോ പണ്ഡിതന്മാര് ചിലപ്പോ ദീനിനെതിരായ കാര്യങ്ങൾ കാണുമ്പോ അതിനെ ചോദ്യം ചെയ്യും. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിന് വിഷമം വരാൻ പാടുണ്ടോ? അവരെന്നവൻ എന്താവൂല? അവൻ സൂഫിയാവില്ല. സൂഫിയാകണമെങ്കിൽ ഈ മനുഷ്യന്മാരെ ബഹുമാനിക്കലും ആദരിക്കലൊന്നും ഒരു വിലയും വെക്കാത്തവനാകണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. ഒന്നുകൂടി പറയട്ടെ, ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, സുബ്ഹാനല്ലാഹ്, ഒരാൾ വന്നിട്ട് മൻ ബറസ ഇലൽ ഖൽഖി ബിമനാമിൻ റആഹു ഔ അദിന ലഹു അഹദുൻ മിന സൂഫിയ്യത്തി ഹാദ സമാനി ഫസാറ കുല്ലു മൻ റആ മനാമൻ അമില ശൈഖൻ. സ്വപ്നം കാണുന്നവരൊക്കെ ശൈഖാകാണ്. അതെ, മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാൻ, അതേപോലെ തന്നെ ഏതോ ഒരാളെ സ്വപ്നം കണ്ട്
ആള് സ്വപ്നത്തിൽ പറഞ്ഞിന് എന്ന് പറഞ്ഞിട്ട് സൂഫിയായിരുന്നു, ഷെയ്ഖാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. വലാ നഅരിഫു അഹദൻ അൽ ആന മിൻ മശായിഖ് അസ്റിനാ മഅഹു ഇദ്നുൻ സഹീഹുൻ അബദൻ. ഇമാം ഷഹറാനി പറയാണ്, നമ്മളെ ഈ ആ കാലഘട്ടത്തിലുള്ള സംഗതിയാ പറയുന്നത്. അതേ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാറുള്ളാഹിന്റെ ശിഷ്യനാണ് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു. അതിന്റെ പുറമെ മഹാനവറുകൾ അരുൺ നബിയിൽപ്പെട്ട ആളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ല, മറിച്ച് ഫാത്തിമ ബീവിയുടെ ശേഷം വിവാഹം കഴിച്ച അൽ ഹനഫിയ എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. അതിലുള്ള മകന്റെ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം ഷഹറാനി. ആ ഇമാം ഷഹറാനി ഒരുപാട് ഗ്രന്ഥങ്ങൾ തസവുഫിലും ഫിഖ്ഹിലും പല വിഷയത്തിലും ഗ്രന്ഥം എഴുതിയ വലിയ മഹാനാണ്. മഹാനവറുകൾ പറയാണ്, അതെ ഫസാറ കുല്ലു മൻ റആ മനാമൻ അമില ശൈഖൻ, സ്വപ്നം കണ്ടോലൊക്കെ ഇപ്പൊ ശൈഖായി പണിയെടുക്കാൻ. വലാ നഅരിഫു അഹദൻ അൽ ആന മിൻ മശായിഖ് അസ്റിനാ മഅഹു ഇദ്നുൻ സഹീഹുൻ അബദൻ, ശരിയായ ഒരു അനുമതി കിട്ടിയിട്ടുള്ള ശൈഖായിട്ട് ആരെയും നമ്മൾ ഇന്ന് അറിയുന്നില്ല. ലിഅന്നൽ ഇദ്ന ഇന്നമാ യകൂനു മിനൽ ഔലിയായി അസ്ഹാബിൽ ഖദമി ലാ മിൻ അസ്ഹാബിൻ നൗബി വഗൈരിഹിം. അത് വലിയ സ്ഥാനം തസവുഫിൽ ഖദമറച്ച മഹാന്മാരിൽ കിട്ടുന്നതാണ് സമ്മതം. ഇതിന് ഹൗലായിലദിന ജലസു ഫി സവായാ, അതേ സമയത്ത് സാവിയയിൽ കുത്തിരിക്കുന്ന ആളുകൾ അവർ കൊടുക്കുന്ന സമ്മതം ഉണ്ടല്ലോ, വജഅലൂലഹും തലാമിദത്തൻ, എന്നിട്ട് കുറെ ശിഷ്യന്മാർ ഈ സാവിയിൽ നിന്നുണ്ടായതാന്ന് പറഞ്ഞ് നടക്കുന്നവര് വഹുവ ലാ ഇബ്റത ബിഹി, അസമ്മതത്തിന് ഒരു പരിഗണനയും ഇസ്ലാമിലില്ല. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയാണ്.